പറയുമ്പോൾ നമ്മുടെ ഹെയറിന്റെ ഹിസ്റ്ററി എങ്ങനെയാണെന്ന് പറയാം. എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിൽ നേരത്തെ? കെരാറ്റിൻ ചെയ്തിട്ടുണ്ട്, അത് 2 വർഷം മുന്നേ. പിന്നെ ഒരു വർഷം മുന്നേ ബോട്ടക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കെരാറ്റിൻ ചെയ്ത ഹെയർ എന്ന് പറയുമ്പോൾ ഇത് ഇവിടെ നിന്ന് താഴേക്ക് ഇത്രയും ഹെയറാണ് കെരാറ്റിൻ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞത്. 2 വർഷം മുന്നേ ചെയ്തതല്ലേ? 1 വർഷം മുന്നേ ബോട്ടോക്സ് ചെയ്ത്. അപ്പം ബോട്ടോക്സ് ചെയ്ത ഹെയർ തിരിച്ച് നാച്ചുറൽ ടെക്സിലോട്ട് തിരിച്ച് വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് താഴേക്ക്, ഇവിടെ നിന്ന് ഇതിനകത്തിനോട് താഴേക്ക് നാച്ചുറൽ തിരിച്ചു വന്നിട്ടുണ്ട്. ഈ കെരാറ്റിൻ എന്ന് പറഞ്ഞ സാധനം ശരിക്കും ഇത് കെരാറ്റിൻ അല്ല ചെയ്തേക്കണം. കെരാറ്റിന് ഇത്രയും ലാസ്റ്റിംഗ് ഒന്നുമില്ല, സ്ട്രൈറ്റ് ലുക്ക് ഒന്നും കിട്ടത്തില്ല കെരാറ്റിൻ. അപ്പോൾ ഇതിലവർ കെരാറ്റിൻ എന്ന് പറഞ്ഞ് ചെയ്തിരിക്കുന്നത് ഇത് കണ്ടിട്ട് സ്ട്രൈറ്റനിങ്ങോ സ്മൂത്തനിങ്ങോ ആണ്. ബോട്ടോക്സ് പോലും ചെയ്തിട്ട് തിരിച്ചു പോയിട്ടുണ്ട്. ഒരുപാട് ക്ലയൻസ് ഇതുപോലെ പറഞ്ഞിട്ടുണ്ട് കെരാറ്റിൻ ചെയ്തെന്ന് പറഞ്ഞിട്ട് സ്ട്രൈറ്റ് ലുക്ക് ആയിപ്പോയി എന്ന രീതിയിൽ. കെരാറ്റിൻ എന്ന് പറയുമ്പോൾ ശരിക്കും മിക്ക സ്ഥലങ്ങളിലും കെരാറ്റിൻ സ്ട്രൈറ്റ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അവർ എന്തോ സ്മൂത്തനിങ്ങോ അങ്ങനെ എന്തോ ചെയ്തിട്ട് പ്ലസ് കെരാറ്റിനൊക്കെ ചെയ്ത് വിടുന്ന ഒരുപാട് രീതികളുണ്ട്. എനിക്ക് തോന്നുന്നത് ഇതും അത് തന്നെ ആയിരിക്കും. ഫലത്തിൽ സ്മൂത്തനിങ് തന്നെയാണ്, പിന്നെ പ്ലസ് കെരാറ്റിൻ കൂടെ ആഡ് ചെയ്തിട്ടുണ്ടാകും. പക്ഷേ അത്രയും ഭാഗം നല്ല രീതിയിൽ ഹെയർ കുറവുണ്ട്, താഴോട്ട് വോളിയം വളരെ കുറവാണ്. അപ്പം നമുക്ക് ഇത്രയും കട്ട് ചെയ്ത് ഒഴിവാക്കാമല്ലോ അല്ലേ? അപ്പം ഇനിയെങ്കിലും കെരാറ്റിൻ ചെയ്യുമ്പം ചെയ്യുന്നവർ നോക്കിക്കൊള്ളണം, ഒരു സ്ട്രൈറ്റ് ലുക്ക് കിട്ടൂല കെരാറ്റിന്. കെരാറ്റിൻ ചെയ്യുന്നവർ സ്ട്രൈറ്റ് ലുക്ക് ചോദിക്കരുത്. ചോദിച്ചു കഴിഞ്ഞാൽ പാർലറുകാർക്ക് കൊടുക്കാൻ പറ്റുന്നത് സ്മൂത്തനിങ് ആണ്, കെരാറ്റിൻ്റെ കൂടെ കൊടുക്കാൻ പറ്റുന്നത്. അങ്ങനെ കൊടുത്തതായിരിക്കും ഈ ഹെയർ ഇത്രയും സ്ട്രൈറ്റ് ആയി പോയത്. അപ്പം നമുക്ക് ബോട്ടോക്സ് അല്ലേ വേണ്ടത്? ഓക്കെ, നമുക്കപ്പം സ്റ്റാർട്ട് ചെയ്യാം.